ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് നോക്കുന്നത്. നമ്മൾ റിയൽ അനാലിസിസിൻ്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അടുത്ത നമുക്ക് കോംപ്ലക്സ് അനാലിസിസ് നോക്കാം. ഇതിനും നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ എന്തായാലും സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് കോംപ്ലക്സ് അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ അതിന് ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പോയിൻറ്റ്സ് ആണ്. ഐ എന്ന് പറയുന്ന ഐ തന്നെ, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1, ഐ ക്യൂബ് എന്ന് പറയുന്നത് -i റേസ് ടു 4 എന്ന് പറയുന്നത് എന്താ? ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ അല്ലേ? ഐ സ്ക്വയർ എന്ന് വെച്ചാൽ -1, ഐ സ്ക്വയർ എന്ന് വെച്ചാൽ -1. അപ്പോൾ -1 ഇൻറ്റു -1 +1. സോ ഐ റേസ് ടു 4 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി ഐ റേസ് ടു 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എന്ത് വന്നാലും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 2ൻ്റെ പവറായിട്ട് എന്ത് വന്നാലും അവിടെ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി 3യുടെ പവറായിട്ട് എന്ത് വന്നാലും അവിടെ എന്തായിരിക്കും? -i ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സം ഓഫ് കോൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ഐ, അതായത് ഇപ്പോൾ ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐ റേസ് ടു 4, അല്ലെങ്കിൽ ഇപ്പോൾ ഐ റേസ് ടു 4 പ്ലസ് ഐ റേസ് ടു 5 പ്ലസ് ഐ റേസ് ടു 6, അങ്ങനെ കോൺസിക്യൂട്ടീവ് പവേഴ്സിൻ്റെ സമ്മ് വരുമ്പോൾ അവിടെ ആൻസർ കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, സം ഓഫ് കോൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, നമുക്ക് ഇസഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ്. അപ്പോൾ ഇസഡ് ഇൻവേഴ്സ്, ഈ ഇൻവേഴ്സിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ഓർക്കുക, ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ, ഇത് ഡിവൈഡഡിൻ്റെ സിമ്പിൾ പോലെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇനി അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 4i എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഇസഡ് ബാർ വേണം, അതുപോലെ തന്നെ മോഡ് ഇസഡ് സ്ക്വയർ വേണം. ഓക്കെ, അപ്പോൾ ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3 - 4i ആണ് ഇതിൻ്റെ കോൺജുഗേറ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ്. മോഡ് ഇസഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ്, ഇത് a+ib ഫോമിലേക്ക് കിടക്കുന്നത്, അപ്പോൾ റൂട്ട് ഓഫ് a², അതായത് 3² പ്ലസ് b². ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? 4, അപ്പോൾ 4². ഓക്കെ, ദാറ്റ് മീൻസ് 16 + 9 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 25. ഇതാണ് എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇസഡ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഇസഡ് ബാർ, അതായത് ഇസഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു √3 + i ഹോൾ ക്യൂബ് ഇൻറ്റു 3i + 4 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 8 + 6i ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് ഇസഡ്, മോഡ് ഇസഡ് കാണണം. അപ്പോൾ മോഡ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? ഇത് മൊത്തം മോഡ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ മോഡുലസ് ഓഫ് √3 + 1 ഹോൾ ക്യൂബ് ഇൻറ്റു മോഡുലസ് ഓഫ് 3i + 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 8 + 6i ഹോൾ സ്ക്വയർ. നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് കൊടുത്തു. ഇനി മോഡുലസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്യൂബ് പുറത്തേക്ക് ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മോഡുലസ് ഓഫ് √3 + 1 എന്ന് വെച്ചാൽ എന്താ? മോഡുലസ് ഓഫ് √3 + 1 എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് √3 + 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് √3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന റൂട്ട് ഓഫ് √3 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3 + 1. ഓക്കെ, 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? √4 ആണ്. ദാറ്റ് മീൻസ് 2 ക്യൂബ്. അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തതിൻ്റെ മോഡ് കാണുക, അതായത് മോഡുലസ് ഓഫ് 3i + 4. ഇതിപ്പോൾ a+ib ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് a² + b². ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4², ദാറ്റ് മീൻസ് 16 പ്ലസ് b എന്ന് പറയുന്നത് എന്താണ്? 3 പ്ലസ് 9, അതിൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ
അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? 2 ക്യൂബ് എന്ന് വെച്ചാൽ 8 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ അടുത്തത് ഇവിടെ 8 + 6i ഹോൾ സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന് നമ്മൾ തൽക്കാലത്തേക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ നമുക്ക് 25 കിട്ടി. √16 + 9 എന്ന് പറയുന്നത് √25 ആണ്. പിന്നെ ഇവിടെ പുറത്തേക്ക് ഒരു സ്ക്വയറിന് എടുത്തായിരുന്നല്ലോ, അപ്പം നമുക്ക് ഈ സ്ക്വയർ പോകും, സ്ക്വയർ റൂട്ട് പോകും. അപ്പോൾ ഇവിടെ 25 ആണ് വരുന്നത്. ഇനി ഇത് നോക്കുക, ഇവിടെ ഈ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ √8² + 6². 8² എന്ന് പറഞ്ഞാൽ 64 + 6² 36, അതായത് √100 വരും. ഓക്കെ, √100 വരും. പുറത്തേക്ക് ഒരു സ്ക്വയർ എടുത്തായിരുന്നല്ലോ, സോ റിമൈനിങ് 100. അപ്പോൾ 8 × 25 / 100 ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മോഡുലസ് ഓഫ് Z എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? √something² + something². അപ്പോൾ ഇത്രയും കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകരുത്. നിങ്ങൾ ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓരോന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ മോഡുലസിൻ്റെ ഉള്ളിൽ ഹോൾ സ്ക്വയർ ഉണ്ടെങ്കിൽ മോഡുലസിൻ്റെ പുറത്തേക്ക് ഇടുന്ന കാര്യം ഓർത്തിരുന്നാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ Z ഈസ് ഈക്വൽ അല്ല കേട്ടോ, Z ഈസ് 1/1 - i. അതായത് Z കോൺജുഗേറ്റ് എന്ന് പറയുന്നതാണ് 1/1 - i എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Z എന്താ? അപ്പോൾ Z കോൺജുഗേറ്റിൽ നിന്ന് Z എങ്ങനെയാണ് കിട്ടുന്നത്? വീണ്ടും ഒരു കോൺജുഗേറ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 1ൻ്റെ കോൺജുഗേറ്റ് 1 തന്നെ. ഇവിടെ നോക്കിക്കേ, 1 - i ആ. 1 - iയുടെ കോൺജുഗേറ്റ് എന്താണ്? 1 - iയുടെ കോൺജുഗേറ്റ് ഐക്ക് മുന്നിലുള്ള ഈ സൈനില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. അപ്പോൾ 1 + i. നിങ്ങൾ ഈ 1ൻ്റെ മുന്നിലുള്ള സിമ്പിൾ മാറ്റരുത്, അത് അങ്ങനെ തന്നെ നിൽക്കുക. ഇപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഫോർ എക്സാമ്പിൾ i + 1 ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? ഐയുടെ മുന്നിലുള്ള സിമ്പിൾ മാറ്റുക, അതായത് -1 + 1. ഓക്കെ, അതായിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of i⁵92 + i⁵590 + i⁵588 + i⁵586 + i⁵584 ഹോൾ ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? എന്ത് കാര്യം നമ്മൾ പഠിച്ചേ? സം ഓഫ് കോൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് i എന്ന് പറയുന്ന 1 ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി ഇവിടെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, i⁵592 i⁵590 i⁵588 i⁵586 i⁵584. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് കോമൺ എടുക്കുകയാണ്. i⁵584 കോമൺ എടുത്താൽ ഇവിടെ എന്ത് വരും? ഇതിൽ നിന്ന് i⁵584 പോയാൽ 1 തന്നെ വരും. ഇവിടെ നിന്ന് എന്ത് കിട്ടും? i² കിട്ടും. ഇനി അടുത്തതിൽ നിന്ന് പോയാൽ i⁴ കിട്ടും, പ്ലസ് അടുത്തതിൽ നിന്ന് പോയാൽ i�6 കിട്ടും, പ്ലസ് അടുത്തതിൽ നിന്ന് പോയാൽ i�8 കിട്ടും. ഓക്കെ, ഇതവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി അടിയിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ചെറുത് കോമൺ എടുക്കുക. i⁵574 കോമൺ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പോയാൽ 1 തന്നെ വരും. ഇവിടെ നിന്ന് പോയാൽ റിമൈനിങ് i², പിന്നെ ഇതിൻ്റെ റിമൈനിങ് i⁴, ഇതിൻ്റെ റിമൈനിങ് എന്ന് പറയുന്ന i�6 പ്ലസ് i�8. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസലാക്കി കൂടെ. ഇനി i⁵584 i⁵574 ക്യാൻസൽ ചെയ്ത് എന്ത് വരും? i⁻10 വരും. i⁻10. ഈ i⁻10 എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അതായത് i² n ഫോം അല്ലേ? അങ്ങനെയാണെങ്കിൽ i² തന്നെയായിരിക്കുമല്ലോ. i² എന്ന് വെച്ചാൽ എന്താണ്? -1 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ആൻസർ വരുന്നത് -1 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 2 × cos 75° + i sin 75° ഡിവൈഡ് ബൈ 0.2 ടൈംസ് cos 30° + i sin 30°. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2 × ഈ cos θ + i sin θ എന്ന് പറയുന്നത് എന്താ? e⁻iθ അല്ലേ? അതായത് cos 75° + i sin 75° എന്ന് പറയുന്ന e⁻i75 എന്ന് എഴുതാലോ. ഓക്കെ, e⁻i75
ഡിഗ്രി ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു ഇവിടെ കോസ് 30 ഡിഗ്രി പ്ലസ് ഐ സൈൻ 30 ഡിഗ്രി എന്ന് വെച്ചാൽ e⁻i 30 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി 2ഉം 0.2ഉം ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 2ഉം 0.2നെയും നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാലോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ഇൻറ്റു 10 വെച്ച് ഇൻറ്റു ചെയ്താൽ ഇവിടെ എന്ത് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.2 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 2, മേലെ 20 വരും. അപ്പോൾ ഇതും ക്യാൻസൽ ആകുമ്പോൾ റിമൈനിങ് എന്ത് വരും, 10 ഇൻറ്റു e⁻i75 ഡിവൈഡ് ബൈ e⁻i35. അതായത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക, നമുക്ക് e⁻i45 ഡിഗ്രി എന്നാണ് വരിക. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ e⁻i75 ഇൻറ്റു e⁻i30 ഡിഗ്രി എന്ന് പറയുന്ന e⁻i ഇൻറ്റു 75 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 10 e⁻i45 ഡിഗ്രി എന്ന് കിട്ടും. അതായത് എന്താണ്, 10 ടൈംസ് കോസ് 45 ഡിഗ്രി പ്ലസ് ഐ സൈൻ 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 10 സൈൻ 45 കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. അപ്പോൾ കോസ് 45 ഡിഗ്രി പ്ലസ് ഐ സൈൻ 45 ഡിഗ്രി, അതായത് 10 ടൈംസ് കോസ് 45 ഡിഗ്രി എന്ന് വെച്ചാൽ 1/√2 പ്ലസ് ഐ സൈൻ 45 ഡിഗ്രി എന്ന് വെച്ചാൽ 1/√2. ഇതാണ് ആൻസർ വരിക. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഈ √2 ഓപ്ഷൻസ് അനുസരിച്ച് √2 വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 10നെ നമുക്ക് 2 × 5 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ √2ഉം ഇവിടുത്തെ 2ഉം ക്യാൻസൽ ചെയ്താൽ റിമൈനിങ് ഇവിടെ √2 ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 5√2 ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബാർ അല്ലെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നത് നോൺ ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ക്ലാസ്, അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ കുറയ്ക്കുകയായിരിക്കും ബെറ്റർ. നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബാർ അല്ലെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻഷ്യബിൾ അല്ല. ഏത് പോയിന്റിൽ, ഇസഡ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏതാണ്, ഇസഡ് കോൺജുഗേറ്റ്. ഓക്കെ, ഇസഡ് കോൺജുഗേറ്റ്. ഇനി എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു e⁻z, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒന്ന് കണ്ടുപിടിച്ചേ. അതായത് നമുക്ക് ഇതെങ്ങനെ എഴുതാം, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു e⁻zനെ നമുക്ക് e⁻x+iy എന്ന് എഴുതാം. ഓക്കെ, സംശയമില്ലല്ലോ. ഇതിനെങ്ങനെ എഴുതാം, e⁻x ഇൻറ്റു e⁻iy എന്ന് എഴുതാം. ഓക്കെ, അതായത് എന്താണ്, e⁻x ഇൻറ്റു e⁻iy എങ്ങനെ എഴുതാം, കോസ് y പ്ലസ് ഐ സൈൻ y എന്ന് എഴുതാമല്ലോ. സംശയമില്ലല്ലോ. ഇനി e⁻x ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടോ, e⁻x കോസ് y പ്ലസ് ഐ ഇൻറ്റു e⁻x സൈൻ y. അപ്പോൾ ഐയുടെ കൂടെ കിടക്കുന്നവനാണ് ആര്, ഇമാജിനറി പാർട്ട്. നമ്മുടെ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇവനും റിയൽ പാർട്ട് എന്ന് പറയുന്നത് e⁻x കോസ് y ആണ്. ഓക്കെ ആണോ? ഇനി അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതാനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇസഡ് എന്ന് പറയുന്നത് x+iy ആണെന്ന് എഴുതണം, എന്നിട്ട് വേണം ഫോർവേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലോഗ് ഇസഡ്. അപ്പോൾ നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു x+iy എന്നും എഴുതാം. അതുപോലെ തന്നെ ഇസഡ് ഈസ് ഈക്വൽ ടു r e⁻i⁻θ എന്ന് നമുക്ക് എഴുതാം. അതനുസരിച്ച് ഇവിടെ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ ലോഗ് വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് എഴുതുന്നു, ലോഗ് r e⁻i⁻θ എന്ന് എടുത്തു. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് r പ്ലസ് ലോഗ് e⁻i⁻θ. അപ്പോൾ ലോഗ് ഇ പോയി കിട്ടുമ്പോൾ റിമൈനിങ് എന്ത് വരും, പ്ലസ് i⁻θ വന്നേ. ഇനി ലോഗ് r എന്ന് പറയുന്നത് എന്താണ്, r എന്ന് പറയുന്നത് √(x² + y² ആണ്. √(x² +
വൈ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? ലോഗ് മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്താണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത്? എന്താണ് റിയൽ പാർട്ട്? ലോഗ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ലോഗ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. അത് നമുക്ക് 1/2 ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. നമ്മുടെ ഓപ്ഷൻസ് അനുസരിച്ച് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. പിന്നെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതായത് ഇമാജിനറി പാർട്ട് ഓഫ് ലോഗ് ഇസഡ് തീറ്റയാണ്. അതെന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ ഇസഡ്. ടാൻ ഇൻവേഴ്സ് വൈ ബൈ ഇസഡ്. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ, ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻറ്റ്. ഒരു പോയിൻറ്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ ദെൻ എഫ് സാറ്റിസ്ഫൈസ് ദ കോഷി റീമാൻ ഇക്വേഷൻസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതായത് ഒരു ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമുക്ക് പറയാവുന്നൊരു കണ്ടീഷനാണ്. അതായത് ആ ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അതായത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി കോൺവേഴ്സ് എന്താണ്? കോൺവേഴ്സ് ഇസ് നോട്ട് ഓൾവേസ് ട്രൂ. അതായത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് അതെന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കോൺവേഴ്സ് ട്രൂ അല്ല, ഓർത്തിരിക്കുക. ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വിചാരിച്ച് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി. ഒരു ഡൊമൈൻ ഡിയിൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ എല്ലാ പോയിൻറ്റ്സിലും എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡി. അതുപോലെ തന്നെ എഫ് ഓഫ് ഇസഡ് ഡിഫൈൻഡ് ആണ്. എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ എന്ന് വെച്ചാൽ എന്താ? എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എല്ലാ പോയിൻറ്റ്സിലും കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അനലിറ്റിക് ആണ് എങ്കിൽ, ഓക്കെ, ഒരു ഫംഗ്ഷൻ ഒരു ഡൊമൈനിൽ അനലിറ്റിക് ആണ് എങ്കിൽ എല്ലാ പോയിൻറ്റ്സിലും ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കുകയും ചെയ്യും, ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് സെഡ് ടു ബി എൻഡയർ. എൻഡയർ എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡയർ മുഴുവൻ. ഓക്കെ, അതായത് എല്ലായിടത്തും എന്തായിരിക്കണം? എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കണം. എൻഡയർ എന്ന് പറയുന്നത് എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന എൻഡയർ, ഡിഫറൻഷ്യബിൾ, അതുപോലെ തന്നെ അനലിറ്റിക് എല്ലാം എന്താണ്? നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻഡയർ ഭാഗത്തും എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. ഓക്കെ, അനലിറ്റിക് ആണ് എങ്കിൽ, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എങ്കിൽ എന്തായിരിക്കും? ആ ഫംഗ്ഷൻ എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇ റേസ് ടു ഇസഡിന് നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. അതിനെ നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതാം. ഓക്കെ ആലോ. ഇനി നമുക്ക് എന്താണ് ഒരു എ പ്ലസ് ഐ ബി ഫോം, എയും ബിയും ആണ് നമുക്ക് യുവും വി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് ഇ റേസ് ടു ഐ വൈ എന്ന് പറയുന്ന കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ, അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് കോസ് വൈ. ഓക്കെ, വി എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യു എക്സ് ഫൈൻഡ് ചെയ്യാം. യു എക്സ്, അതായത് ഇതിനെ എക്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ തന്നെ കിട്ടും. ഇനി ഇതിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ കിട്ടും.
ഓക്കെ. ഇനി ഇതുപോലെ തന്നെ വിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ e⁻x sin y കിട്ടും. അതുപോലെ തന്നെ വിനെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e⁻x cos y കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, യു എക്സും യു വൈയും ഈക്വൽ ആണോ? ഈക്വൽ ആണ്. ഇനി യു വൈ വി എക്സ്, യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ആണോ? അല്ലെങ്കിൽ വി എക്സ് എന്ന് പറയുന്നത് മൈനസ് യു വൈ ആണോ? അതെ. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും? കോഷി റെയ്മാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? കോഷി റെയ്മാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റെയ്മാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസൻ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2ixy ഇസ് അനലിറ്റിക് ഓർ നോട്ട്. അനലിറ്റിക് ആണോ അല്ലയോ? അനലിറ്റിക് ആണ് എങ്കിൽ ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും? കോഷി റെയ്മാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ യു എഴുതാം. ഒരു സെക്കൻഡ്. യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വി എന്ന് പറയുന്നത് എന്താണ്? 2xy. ഇനി യു എക്സ് എന്ന് പറയുന്നത് 2x ആണ്. യു വൈ എന്ന് പറയുന്നത് യു വൈ മൈനസ് 2y ആണ്. ഇനി വി എക്സ് എന്ന് പറയുന്നത് 2vx. എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ 2y എന്ന് വരും. അതുപോലെ തന്നെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x വരും. ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, യു എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അതുപോലെ തന്നെ യു വൈ എന്ന് പറയുന്നത് 2x ആണ്. ഈക്വൽ ആണ്. യു വൈ എന്ന് പറയുന്നത് 2y ആണ്. വി എക്സ് എന്ന് പറയുന്നതും 2y ആണ്. ഒരു മൈനസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഒരു അനലിറ്റിക് ആണ് എങ്കിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പറയാൻ പറ്റും? അനലിറ്റിക് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇത് അനലിറ്റിക് ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the function f of z equal to x square minus iy square is nowhere analytic. nowhere analytic ആണ് എങ്കിൽ അത് എന്ത് വയലേറ്റ് ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വൈ സ്ക്വയർ ആണ്. ഇനി യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. വി എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2y ആണ്. ഓക്കെ. ഇനി യു വൈ എന്ന് വെച്ചാൽ എന്താണ്? യു വൈ എന്ന് വെച്ചാൽ 0. ഇവിടെ വി എക്സ് എന്ന് വെച്ചാൽ എന്താ? വി എക്സ് എന്ന് വെച്ചാൽ 0. വി വൈ എന്ന് വെച്ചാൽ മൈനസ് 2y. ഓക്കെ. അപ്പോൾ ഇവിടെ യു എക്സും യു വൈയും ഈക്വൽ ആണോ? ഇവിടെ 2x ഈക്വൽ ടു മൈനസ് 2y. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ. അവിടെ വയലേറ്റ് ചെയ്തു. പിന്നെയോ ഇവിടെ അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു വി എക്സ് മൈനസ് 2y ഈക്വൽ ടു 0. എപ്പോഴാണ് ഇത് ഈക്വൽ ആവുന്നത്? y 0 ആവുകയാണെങ്കിൽ ഇതും 0 ആവും. അല്ലാത്ത പക്ഷം എന്താണ്? അതും വയലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അടുത്ത കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് പറയാം? നോവെയർ അനലിറ്റിക് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ മൈനസ് 5y ഈസ് ഹാർമോണിക് ഇൻ ദി എൻറ്റയർ പ്ലെയിൻ. അതായത് യു നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. യു ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഹാർമോണിക് ആണോ എന്ന് നോക്കണം. ഹാർമോണിക് ആണോ എന്ന് നോക്കാനായിട്ട് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്താണെന്ന് നോക്കിയാൽ മതി. 0 ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്കിവിടെ യു ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് യു എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ മൈനസ് 5y. ഇനി യു എക്സ് എന്ന് വെച്ചാൽ എന്താണ്? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ഓക്കെ. ഇനി യു എക്സ് എക്സ് എന്ന് വെച്ചാൽ എന്താ? യു എക്സ് എക്സ് എന്ന് വെച്ചാൽ 6x
6x. ഇനി ഇതുപോലെ തന്നെ നമുക്ക് യു വൈ ഒന്ന് ഫൈൻഡ് ചെയ്യാം. യു വൈ എന്ന് വെച്ചാൽ എന്താണ്? യു വൈ എന്ന് വെച്ചാൽ -6xy -5. ഇനി യു വൈ വൈ എന്ന് വെച്ചാൽ എന്താണ്? യു വൈ വൈ -6x. ഇനി ഇവിടെ യു എക്സ് എക്സ് 6x ആണ്, യു വൈ വൈ -6x ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഹാർമോണിക് ആയിരിക്കും. ഹാർമോണിക്. ഓക്കെ ആണോ? ഇനി നമ്മളോട് ഫൈൻഡ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഫംഗ്ഷൻ ഓഫ് യു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? ഇവിടെ യു തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കണം. ഓക്കെ, യു തന്നിട്ടുണ്ട് എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, യു എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് യു എക്സ്? 3x² -3y². ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിച്ച വേറെ ഒന്നാണ് എന്ത്? യു എക്സും യു വൈ. യു വൈ എന്ന് വെച്ചാൽ എന്താണ്? -6xy -5. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ യു എക്സും ഉണ്ട് വി വൈയും ഉണ്ട്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വി കണ്ടുപിടിക്കാം? നമുക്കറിയാം യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? വി വൈ ആണ്. ഓക്കെ, അതുപോലെ തന്നെ യു വൈ എന്ന് പറയുന്നത് എന്താണ്? -vx ആണ്. അപ്പോൾ വി വൈയിൽ നിന്ന് വി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ആരായിട്ട്? വൈ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 3x² y -3y³ 3 എന്ന് വെച്ചാൽ y³ കിട്ടും. അതുപോലെ തന്നെ വി വൈ എന്ന് പറയുന്നത് -vx ആണ്. അപ്പോൾ വി എക്സ് എന്ന് പറയുന്നത് എന്താണ്? വി എക്സ് എന്ന് പറയുന്നത് 6xy +5 ആലോ. ഇനി എന്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് വി കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6x²y/2 എന്നാണ് കിട്ടുക. അതായത് 3x² y 5നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5x എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ നമുക്ക് 2 വി കിട്ടി. ഇതും വി ആണ്, ഇതും വി ആണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ? 3x² നോക്കുക. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 3x² എടുക്കുക. ഇനി -y³ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ അതിനെ എടുക്കുക. എല്ലാത്തിനും ഒരു വട്ടം എടുത്തിരിക്കണം. അപ്പോൾ -y³ എടുത്തേ. 3x² ഓൾറെഡി എടുത്ത സ്ഥിതിക്ക് നമുക്ക് എടുക്കണ്ട. +5x എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 5x. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹാർമോണിക് കോൺജുഗേറ്റ്. ഇതൊരു ട്രിക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യു എക്സ് ഫൈൻഡ് ചെയ്യാം, യു വൈ ഫൈൻഡ് ചെയ്യാം. യു എക്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വി വൈ കിട്ടും. എന്നിട്ട് നമ്മൾ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി കിട്ടും. നമുക്ക് ആ വി ആണ് ആവശ്യം. അതുപോലെ തന്നെ യു വൈയിൽ നിന്ന് -vx കിട്ടും. എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി കിട്ടും. എന്നിട്ട് എല്ലാ ടേംസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീനെ എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വയ്ക്കുക. ഇവിടെ u ഈസ് ഈക്വൽ ടു e⁻x cos y +x³ -3xy² ഈസ് ദ റിയൽ പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ f of z. അങ്ങനെയാണെങ്കിൽ f of z ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇത്രയും ഇതിന് മുന്നേ നമ്മൾ ചെയ്തത് എന്താണ്? യു തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി f of z ആണ് കണ്ടുപിടിക്കേണ്ടത്. f of z എന്ന് വെച്ചാൽ എന്താ? f of z എന്ന് വെച്ചാൽ നമുക്കറിയാം u + iv ആണ്. u + iv ആണ് എന്ത്? f of z എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് f' ഫൈൻഡ് ചെയ്യാം. ഓക്കെ, f' എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡിഫറൻഷ്യേറ്റിംഗ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ux + ivx എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി f' ഈസ് ഈക്വൽ ടു ux. അപ്പോൾ നമ്മൾ എന്താണ്? ux കണ്ടുപിടിക്കാൻ വേറെ ഒരു പ്രശ്നവുമില്ല യു തന്ന സ്ഥിതിക്ക്. പക്ഷേ ഇവിടെ i × vx കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ vxന് പകരം ആര് എഴുതും? നമുക്കറിയാം uy എന്ന് പറയുന്നത് -vx ആണ്. അപ്പോൾ vx എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എന്താണ്? -iuy എന്ന് എഴുതാലോ. അപ്പോൾ f' കിട്ടൂലേ? ക്ലിയർ ആണോ? എന്നിട്ട് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ux എന്ന് വെച്ചാൽ എന്താണ്? ux e⁻x cos y. അതങ്ങനെ തന്നെ e⁻x cos y പ്ലസ് x³ നമ്മൾ എന്താണ്? ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 3x²
3xy² എന്താണ് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 3y² കിട്ടും. ഓക്കെ, അപ്പോൾ യു എക്സ് ആയി. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? യു വൈ. അപ്പോൾ യു എക്സ് ആയി. യു വൈ എന്ന് പറയുന്നത് എന്താണ്? യു വൈ എന്ന് പറയുന്നത് -e⁻x sin y, ഇവിടെ 0, x³ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, പിന്നെ -3xy² എന്ന് പറഞ്ഞാൽ -6xy. ഓക്കെ ആണോ? എത്ര ഓക്കെ അല്ലേ? ഇനി ഒരു മിനിറ്റ്. അപ്പോൾ ഇത്ര ഓക്കെ ആയാലോ? ആദ്യം നമുക്ക് എഫ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് u + iv ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് എഫ് ഡാഷ് എന്ന് പറയുന്നത് ux + iv(x) ആണ്. എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എന്താണ് യു എക്സ് ഫൈൻഡ് ചെയ്തു, അതുപോലെ തന്നെ യു വൈ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് ആണ്. നമുക്ക് എന്തിലുള്ള ഫംഗ്ഷനാണ്? ഇസഡിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നോക്കിക്കേ, ഇതൊക്കെ എക്സിലും വൈയിലേക്കും. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്തിൽ തന്നെയായിരിക്കും? എക്സിലും വൈയിലുമാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത്, അതായത് എക്സ് വൈക്ക് പകരം നമ്മൾ എടുക്കുന്നത് z0 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? ഇസഡ് ചേർക്കുക. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? e⁻z × cos 0. cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ e⁻z പ്ലസ് 3x² എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് 3z² മൈനസ് 3y² എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ യു എക്സ് ആയി. ഇനി വി വൈ എന്ന് പറയുന്നത് എന്താണ്? -e⁻z സൈൻ 0 എന്ന് പറയുന്ന 0 ആണ്. അപ്പോൾ ഇത് മൊത്തം 0 ആയിപ്പോയി. -6 × z × 0 0 ആയിപ്പോയി. അപ്പോൾ യു എക്സും കിട്ടി, വി വൈയും കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? e⁻z പ്ലസ് 3z² മൈനസ് i ടൈംസ് 0. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് ഡാഷ്. ഇനി ഇതിൽ നിന്ന് എഫ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. e⁻z ഇൻ്റഗ്രൽ e⁻z തന്നെ പ്ലസ് 3z² ഇൻ്റഗ്രൽ 3z³ എന്ന് വെച്ചാൽ z³ പ്ലസ് സി. ഇതാണ് എഫ് കാണുന്ന രീതി. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. എന്തായാലും ചോദിക്കും. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മനസ്സിലാക്കിയാൽ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്ത എഫ് ഓഫ് ഇസഡ്? എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ ഇസഡിലുള്ള ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കുക. നമുക്കൊരു കാര്യം അറിയാം, എഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് അതിലൊരു റിയൽ പാർട്ട് ഉണ്ടാവും പ്ലസ് ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ യു പ്ലസ് ഐ വി എന്ന് എഴുതാം. ഇനി നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷന് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യു എക്സ് പ്ലസ് ഐ വി വൈ ഐ വി എക്സ് എന്ന് കിട്ടും. നമുക്ക് യു എക്സ് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ വി എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി പണിയെടുക്കണം. അപ്പോൾ നമുക്ക് ആ വി എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? -യു വൈ കൊടുക്കുക. കാരണം യു വൈ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ആസ് യൂഷ്വൽ യു എക്സ് ഫൈൻഡ് ചെയ്യാം, അതുപോലെ തന്നെ യു വൈ ഫൈൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ഈ എക്സിലും വൈയിലോ നമുക്ക് എഫ് എന്തിലേക്കാണ് വേണ്ടത്? ഇസഡിലേക്കാണ് വേണ്ടത്. അപ്പോൾ ആ യു എക്സും യു വൈയും കാണുന്ന സമയം തന്നെ എന്ത് ചെയ്യുക? എക്സിന് വൈ എന്നിടുക, അതുപോലെ ഇസഡ് എന്നിടുക, വൈക്ക് 0 ഇട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For one value of a function e⁻x cos y harmonic. ഹാർമോണിക് ആണെങ്കിൽ ഇതിപ്പോൾ തന്നേക്കുന്ന യു ആണ്. യു എന്ന് പറയുന്നത് e⁻x cos y ആണ്. ഇനി യു എക്സ് എന്ന് വെച്ചാൽ എന്താ? യു എക്സ് എന്ന് പറയുന്നത് e⁻x cos y ആട്ടോ. ഇനി യു എക്സ് ആയി. യു വൈ എന്ന് വെച്ചാൽ എന്താ? യു വൈ എന്ന് വെച്ചാൽ e⁻x cos y. cos y എന്ന് വെച്ചാൽ മൈനസ് സൈൻ വൈ. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണണം? യു എക്സ് എക്സ് കാണണം, യു വൈ വൈ കാണണം. യു എക്സ് എക്സ് എന്ന് വെച്ചാൽ എന്താ? യു എക്സ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ കോസ് വൈ കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്. e⁻x ഡിഫറൻഷ്യൽ a² e⁻x കോസ് വൈ. ഓക്കെ, ഇനി യു വൈ വൈ എന്ന് വെച്ചാൽ എന്താണ്? യു വൈ വൈ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എന്താണ്? -e⁻x കോൺസ്റ്റൻ്റ് ആണ്. സൈൻ വൈന് ഡിഫറൻഷ്യൽ കോസ് വൈ. ഓക്കെ, അപ്പോൾ a² e⁻x cos y
പ്ലസ് മൈനസ് ഇ റേസ് ടു കോസ് വൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നമുക്കൊരു കോസ് വൈ കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ കോസ് വൈ നമുക്ക് കോമൺ എടുക്കാം. റിമൈനിങ് എന്ത് വന്നു? എ സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് എ സ്ക്വയർ ഇ റേസ് ടു എ എക്സ് മൈനസ് ഇ റേസ് ടു എ എക്സ്. ഓക്കെ, ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഇ റേസ് ടു എ എക്സും കോമൺ എടുക്കാം. അപ്പോൾ ഇ റേസ് ടു എ എക്സ് കോസ് വൈ ഇൻറ്റു എ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഒന്നുമില്ലെങ്കിൽ ഇത് 0 ആവും, അല്ലെങ്കിൽ മറ്റത്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ വാല്യൂ ആണ്. സോ എ സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി നമുക്ക് 3 more questions ഉണ്ട്. ഓക്കെ, 3 more questions ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇഫ് എഫ് ഓഫ് ഇസ് എൻ ഈക്വൽ ടു എസ് എൻ ക്യൂ പ്ലസ് 2z സ്ക്വയർ പ്ലസ് ഐ, ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് 1 + 2i ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ക്യൂബ് പ്ലസ് 2z സ്ക്വയർ ആണ്. എഫ് ഡാഷ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാം. നമ്മളോട് ഇവിടെ എഫ് ഡാഷ് ഓഫ് 1 + 2i ആണ് ചോദിച്ചേക്കുന്നത്. ഇസഡിൻ്റെ സ്ഥാനത്ത് 1 + 2i ഇട്ടാൽ മതി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? 3z സ്ക്വയർ പ്ലസ് 4z ആലോ, സംശയമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇസഡിൻ്റെ സ്ഥാനത്ത് 1 + 2i കൊടുക്കുക. അതായത് 3 × 1 + 2i ഹോൾ സ്ക്വയർ പ്ലസ് 4 × 1 + 2i എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 + 2i ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 × a സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് 2 × a × b എന്ന് വെച്ചാൽ 4i പ്ലസ് b സ്ക്വയർ. b എന്ന് വെച്ചാൽ 2iയുടെ സ്ക്വയർ മൈനസ് 4. ഓക്കെ, പ്ലസ് 4 പ്ലസ് 8i. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 1 ഇവിടുത്തെ 1ഉം മൈനസ് 4ഉം കൂടി -3 ആക്കി വിടുക. എന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -5 + 20i കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് 1 + 2i കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഇസഡിനോ 1 + 2i ഹോൾ ക്യൂബ് ഇട്ട് നിങ്ങൾ ചെയ്യണേക്കാൾ ബെറ്റർ എന്ത് ചെയ്യുക? ആദ്യം തന്നെ എഫ് ഡാഷ് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചിട്ട് ആ പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ് ബെറ്ററായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. u is equal to e raised to x cos y plus y, then find f of z is equal to u plus iy. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് u plus iv ആണ്. അതായത് എന്താണ്? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ux പ്ലസ് ഐ വി എക്സ് എന്ന് വരും. നമുക്കറിയാവുന്നത് എങ്ങനെയാണ്? ux മൈനസ് ഐ യു വൈ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യു എക്സ് ഫൈൻഡ് ചെയ്യുക. യു എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇ റേസ് ടു എക്സ് കോസ് വൈ. ഓക്കെ, ഇനി അതുപോലെ തന്നെ യു വൈ എന്ന് വെച്ചാൽ എന്താണ്? യു വൈ എന്ന് വെച്ചാൽ വൈ വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ പ്ലസ് 1 വരില്ലയോ? ഓക്കെ, പ്ലസ് 1. ഇനി നമുക്ക് എന്താണ് കാണണ്ടേ? യു എക്സും ഫൈൻഡ് ചെയ്യുന്നു, യു വൈയും കണ്ടുപിടിച്ചു. ഇനി യു എക്സ് അറ്റ് പോയിൻറ്റ് ഇസഡ് 0 എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു ഇസഡ് ആണ്. ഇവിടെ എന്താണ്? സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. 0 × ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഇവിടെ റിമൈനിങ് 1. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു ഇസഡ് മൈനസ് ഐ × 1 എന്ന് വെച്ചാൽ ഓക്കെ, ഐ × 1 എന്ന് വെച്ചാൽ ഐ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ്. ഇനി എഫ് ഓഫ് ഇസഡ് കാണാനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ഇസഡ് മൈനസ് ഇത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഐ ഇസഡ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.